നമ്മുടെ ഹെൽത്തി സെഗ്മെന്റ് തുടങ്ങണേക്കാട്ടിലും മുന്നേ നമുക്ക് ഒരാളെ വിളിക്കണം. ആരെയാ? നീരജ ആന്റി. നീരജ ആന്റി. നീരജ, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഹലോ. ഹലോ. എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഹെൽത്തി കുക്കിങ്ങിൽ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവം ഉണ്ടാക്കാം. ഓക്കെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവുക? ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ദോശയാണ്, പക്ഷെ ഊത്തപ്പം. ഓട്സ് ഇഷ്ടമാണോ എല്ലാവർക്കും? ഓട്സ് കഴിക്കോ? ഓട്സ് കഴിക്കുമോ? ഞാൻ വിചാരിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കൊന്നും ഓട്സ് ഇഷ്ടമല്ലാന്ന്. എനിക്കൊന്നും അധികം ഇഷ്ടമൊന്നുമല്ല. ഓക്കെ, ഈ ഏറ്റവും ചെറിയ കുട്ടിക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്ക് ഒരു ഊത്തപ്പം ഉണ്ടാക്കാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാം. അപ്പം ഇതാ നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങൾ: ഓട്സ് 1 കപ്പ്, അതിന് 1/2 കപ്പ് റവ, അതാണ് ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് നമ്മൾ ടോപ്പിങ്ങിന് വേണം. അതിന് നമ്മൾ ഉള്ളി ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇടില്ലേ? അപ്പം നമ്മൾ ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടത് ഉള്ളി ഉണ്ട്. അതുപോലെ ഒരു ഡിഫറൻസ്, പനീറുണ്ട്. പനീർ പ്രോട്ടീനാണ്, അപ്പോൾ പനീർ ഇടുന്നുണ്ട് നമ്മൾ. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഒന്ന് ക്യാബേജ് ഇടുന്നുണ്ട്. യെല്ലോ ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് രണ്ടും ഒരേ സാധനം തന്നെയാണ്. അപ്പോൾ ക്യാബേജ് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പട്ടാണി, തക്കാളി, പുളി വേണ്ടേ? ഊത്തപ്പത്തിന് പുളി വേണ്ട, തക്കാളി ഇടുന്നുണ്ട്. കുറച്ച് പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക്, കായത്തിൻ്റെ പൊടി, കായം പൊടി, കായത്തിൻ്റെ പൊടി. പിന്നെ ഇത് നമ്മൾ ഈ ദോശ കുറച്ചൊന്ന്, നമ്മൾ സ്വതവേ ദോശ അരച്ചു വെച്ചാൽ തലേദിവസം അരച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് നല്ലൊരു ഇതായിട്ട് വരാൻ, ദോശയുടെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇടുക. അത് ലാസ്റ്റ് ഇടേണ്ട സാധനമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാം. ഓട്സ് ആഡ് ചെയ്തു. ഓട്സ് എനിക്ക് തോന്നുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു, ഒരുപാട് ഫൈബർ ജാസ്തി ഉള്ളതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ദോശ കഴിച്ചാൽ നമ്മൾ സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് വിശക്കാതിരിക്കും. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പനീറാണ്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്തു, ഓട്സും റവയും കൂടി മിക്സ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം, ഉപ്പിടണം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടുക. അതായത് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ കലക്കി വെക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് കായപ്പൊടി. ഓക്കെ, എന്നിട്ട് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് എന്താ? ഈനോസ് ഫ്രൂട്ട് സോൾട്ട് അല്ലേ? നമുക്ക് ഇത്തിരി ആഡ് ചെയ്യാം ഈനോസ് ഫ്രൂട്ട് സോൾട്ട്. ആരാ ദോശ ഉണ്ടാക്കാൻ പോണേ? ആരാ? വാ ഇടുക. കല്ല് ചൂടായതിന് ശേഷം ഒഴിച്ചേ കുഞ്ഞായിട്ട് പരത്തണം. ഓക്കെ, മതി, അത്ര പരത്തിയാൽ മതി. ഓക്കെ, കുഞ്ഞി ദോശ. ഇനി നമുക്ക് എന്തൊക്കെ ഇടണം? കുറച്ച് ഉള്ളി ഇട്ടു, കുഞ്ഞി കഷ്ണം പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളി, ക്യാബേജ് 2-3 കഷ്ണം, കുറച്ച് പീസ്, പിന്നെ പനീർ. പനീർ എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ? പനീർ വെച്ച് അമ്മ ഉണ്ടാക്കലുണ്ടോ വീട്ടിലൊക്കെ? എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ശരി, ആയി കഴിഞ്ഞു. മറിച്ചിടാം. ഇനി ഒന്ന് ആ ഉള്ളി മൂക്കുന്നവരെ വെക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ജുവനൈൽ ഡയബറ്റീസ് ഇല്ലെങ്കിലും നമുക്ക് കേൾക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ജുവനൈൽ ഡയബറ്റീസിൽ കൂടുതലായിട്ടും ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു യങ് ഏജാണ്. അപ്പോൾ മിക്കപ്പോഴും ഒരു 6 years 8 years ആ ഏജിലാണ് ജുവനൈൽ ഡയബറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ദോശയായിട്ടുണ്ട്. പ്ലേറ്റ് എടുക്കൂ. കളർഫുൾ ദോശ ഊത്തപ്പം.
ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലോ ഓരോ കഷ്ണം. ഓരോ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് ആൻറ്റിയുടെ പ്രിപ്പറേഷൻ. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഓട്സിനെ കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല അഡൾട്ട്സിനും എന്തായാലും ഇഷ്ടമാവും അത്. പിന്നെ കുട്ടികളിൽ ഇപ്പം കൂടുതലായിട്ടും ഡയബറ്റിസ് കണ്ടുവരുന്നൊരു സമയമാണ്. പണ്ടൊക്കെ അത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജുവനൈൽ ഡയബറ്റിസ് വളരെ കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യലായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിൽ കാണുന്ന പോലെ തന്നെ പോളിഡിപ്സിയ, പോളിയൂറിയ, പോളിഫേജിയ പറയും. അതായത് അമിതമായിട്ടുള്ള വെള്ളം ദാഹം, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിശപ്പ്, അതുപോലെ തന്നെ മൂത്രം ഇടയ്ക്കിടെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ കുട്ടികളിൽ കാണുന്നത് സ്റ്റമക്ക് കേക്കാണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് വയറുവേദന പറയും അവർ. പിന്നെ കാണുന്നത് കുട്ടികൾക്ക് ക്ഷീണം അനുഭവപ്പെടും, പഠിക്കാൻ പറ്റാതെ വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് ഡയബറ്റീസിൻ്റെ ഇനീഷ്യലായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് തീരെ ശ്രദ്ധിക്കാണ്ട് വിടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു കീറ്റോ അസിഡോസിസ്. കീറ്റോൺ ബോഡീസ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത്. അപ്പോൾ അത് ഇങ്ങനെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഡയബറ്റീസ് വരാനുള്ള റീസൺസ് പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് പ്രിമച്യൂരിറ്റിയാണ്. അതായത് ഒരു 7 മാസത്തിനൊക്കെ പ്രസവിക്കുന്ന കുട്ടികളിൽ അവരുടെ പാങ്ക്രിയാസിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും കമ്പയറിങ് ടു നോർമലായിട്ടുള്ള കുട്ടികളിൽ. അപ്പോൾ അവരുടെ പെട്ടെന്ന് ആ പാങ്ക്രിയാസിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ റീസൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റീൻ്റെ പ്രോബ്ലം. ആ ഇമ്മ്യൂണിറ്റീൻ്റെ പ്രോബ്ലം കാരണം നമ്മുടെ പാങ്ക്രിയാറ്റിക് സെൽസ് ഡാമേജ്ഡ് ആവുന്നത്. പിന്നെ മൂന്നാമത് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആവാനും സാധ്യതയുണ്ട്. എന്തെങ്കിലും പെർട്ടിക്കുലർ മെഡിസിൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരുപാട് സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ ജാസ്തിയാണ്. പിന്നെ കുട്ടികളിൽ കാണുന്ന അമിതമായിട്ടുള്ള വണ്ണം ഒരു റീസണാണ് ഏർലി ആയിട്ട് ഡയബറ്റിസ് വരാൻ. പിന്നെ മൂന്നാമത്തേതായിട്ട് അസുഖങ്ങൾ, എന്തെങ്കിലും ഇൽനെസ്സസ് കാരണം അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് പാങ്ക്രിയാസിൽ ഡാമേജ് സംഭവിക്കാം. പിന്നെ ചില കുട്ടികളിൽ കൺജനിറ്റലായിട്ട് തന്നെ, അതായത് ജനിക്കുമ്പോൾ തന്നെ അവരുടെ പാങ്ക്രിയാസ് ഫങ്ഷൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് കാണലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജുവനൈൽ ഡയബറ്റീസിൻ്റെ മെയിൻ റീസൺസ്. ട്രീറ്റ്മെൻറ്റ് റെജീം എന്ന് പറയുന്നത് മെയിനായിട്ട് 3 സംഗതികളാണ്: ഡയറ്റ്, എക്സസൈസ് ആൻഡ് മെഡിക്കേഷൻ. ഡയറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ എക്സസൈസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഡയബറ്റീസ് ഉള്ളതിനെ കൊണ്ട് എക്സസൈസ് ചെയ്താൽ കുട്ടി ക്ഷീണിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എക്സസൈസ് ചെയ്താൽ മാത്രമേ ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഇൻസുലിൻ ആണെങ്കിലും ശരി, അല്ല മെഡിസിൻസ് ആണെങ്കിലും ശരി, അതിൻ്റെ ഒരു പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാൻ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എക്സസൈസിന് മുന്നേയും എക്സസൈസിന് ശേഷവും കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു ആഹാരം കൊടുക്കണം. പിന്നെ മെഡിക്കേഷനാണ്. മെഡിക്കേഷൻ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാതിരിക്കുക. അപ്പോൾ ഇൻസുലിൻ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ടാബ്ലറ്റ്സ്, അഡൽട്ട്സിലാണെങ്കിൽ ടാബ്ലറ്റ്സ് ആണെങ്കിലും ശരി, ഇത് ഫുഡിൻ്റെ ഒരു 20 മിനിറ്റ്സ് മുന്നെങ്കിലും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, കുട്ടികൾ വളരുന്ന ഏജാണ്. അപ്പോൾ അവരുടെ ഹൈറ്റ്, വെയ്റ്റ് ഇതൊക്കെ കൂടുന്ന ഏജാണ്. അപ്പോൾ ഈ ജുവനൈൽ ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് പൊതുവെ കുറച്ചൊരു ഗ്രോത്ത് കുറവുണ്ടാവും. ശരിക്കും അവർ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് അവരുടെ ഹൈറ്റും ഇതൊക്കെ കുറവ്. ഒരു 3 to 6 months കൂടുമ്പോൾ നമ്മൾ അവരുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് തിങ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്. അത് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ ഓട്സും റവയും കൂടിയുള്ള ഊത്തപ്പമാണ്, അതിൽ വെജിറ്റബിൾസും ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡൈജഷൻ കുറച്ചും കൂടി സ്ലോവർ ആവും. അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുക. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡ്സാണ് നമ്മൾ ഡയബറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ പ്രോട്ടീൻ, കുട്ടികൾക്ക് ഗ്രോയിങ് ഏജ് ആയതുകൊണ്ട് 1 to 1.2 grams per kg ബോഡി വെയ്റ്റ് വേണം. അപ്പോൾ ഒരു 40 മുതൽ 50 ഗ്രാം വരെ പ്രോട്ടീൻ കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് നമ്മൾ പനീർ ആഡ് ചെയ്തത്. എല്ലാ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന്, അതുപോലെ തന്നെ നോൺ വെജ്, പൾസസ്, ഇതിന്നൊക്കെ പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വെജിറ്റബിൾസിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ നാടൻ പച്ചക്കറികളാണെങ്കിൽ അത്, അല്ല ചീര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഏത് വെജിറ്റബിളും, എല്ലാ വെജിറ്റബിൾസിനും ബ്ലഡ് ഷുഗർ ലെവൽ ചുരുക്കാനുള്ളൊരു കഴിവുണ്ട്. അത് ബേസിക്കലി നമ്മുടെ ഫൈബർ കൂടുമ്പോൾ, ബോഡിയിൽ ഫൈബർ കൂടുമ്പോൾ കുറച്ചുകൂടിയും ബെറ്റർ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ കിട്ടും. ഇപ്പോൾ ഡയറ്റ്, എക്സസൈസ് ആൻഡ് മെഡിക്കേഷൻ, ഇത് 3 കൂടി ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.